ഇപ്പൊ വീണ്ടും റാഗിംഗ് എന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതുമൂലം മരണപ്പെട്ട കേസുകളൊക്കെ ഒരുപാട് കാണുകയും ചെയ്തതാണ്. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവാണ്. ആ കുട്ടിക്ക് ഇപ്പൊ 10ാം ക്ലാസ്സിന്റെ എക്സാം വീണ്ടും അടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മള് ആ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ശരിക്കും എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്നൊരു ചോദ്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? വെറുതെ ഒരു തമാശക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താ തമാശ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കുറച്ചും കൂടെ സീരിയസ് ആയിക്കൊണ്ട് ഇത്ര ഇങ്ങോട്ട് എത്തുന്നു അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല, ഇപ്പൊ ഈ ചെയ്ത ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് എത്രമാത്രം നമ്മളെ എഫക്ട് ചെയ്തു എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ ഇപ്പൊ എത്രയോ കുറച്ച് ദിവസങ്ങളായിട്ട് ആ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ അതിന് ശേഷമാണ് ഇങ്ങനൊരു വിവരം കൂടി ആ സമയത്ത് കുട്ടി അധ്യാപകരെയോ മറ്റാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അയ്യ എന്ന് തോന്നിയത് കൊണ്ടാണ് കുട്ടി ഹോസ്പിറ്റലിൽ പോയി. നോക്കുമ്പോ ഡോക്ടർമാരാണ് പരിശോധനയിൽ കണ്ടെത്തുന്നത് ജനനേന്ദ്രിയത്തിൽ വരെ ഈ ഒരു നായ്ക്കുരണപ്പൊടിയുടെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ. അപ്പം കുട്ടിക്ക് ഒന്ന് ചലിക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കുട്ടിക്ക്.